ഹായ് കിഡ്സ്, ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടുവേർഡ്സ് എ 100-fold yield എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഡസ് നോട്ട് സ്യൂട്ട് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഓർഗാനിക് ഫെർട്ടിലൈസറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ് പറയുന്നത്. എ, ക്യാൻ ബി പ്രിപ്പയർഡ് അറ്റ് ഹോം. ബി, required in large quantities. C, destroy soil structure. D, can't apply the required component alone. അപ്പോൾ ഇതിൽ ആൻസർ സി, ഡിസ്ട്രോയ് ഓയിൽ സ്ട്രക്ചർ. അതെന്തുകൊണ്ടെന്നാൽ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്, വളങ്ങൾ നമ്മുടെ മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കാനല്ല, ഇംപ്രൂവ് ചെയ്യുന്നെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഡിസ്ട്രോയ് ഓയിൽ സ്ട്രക്ചർ ആണ് ഇതിന് സൂട്ടാവാത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. എ, എപ്പികൾച്ചർ. ബി, ക്യൂണിക്കൾച്ചർ. സി, സെറികൾച്ചർ ആൻഡ് ഡി, പിസികൾച്ചർ. അപ്പം എ മാച്ച് ചെയ്യുന്നത് ഏതിനാണ്? റെയറിങ് ഓഫ് ഹണി ബി. ബി മാച്ച് ചെയ്യുന്നത് റെയറിങ് ഓഫ് റാബിറ്റ്സ്. ദെൻ സെറികൾച്ചർ എന്ന് പറയുന്നത് റെയറിങ് ഓഫ് സിൽക്ക് വർം. പിസികൾച്ചർ റെയറിങ് ഓഫ് റാബിറ്റ്സ്. അതെല്ലാവർക്കും അറിയാമല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ, യു ഹാവ് ലേൺ അബൌട്ട് ലെയറിങ്. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ലെയറിങ് ഷോൺ ഇൻ ദ ഫിഗർ. റൈറ്റിലൊരു ഫിഗർ തന്നിട്ടില്ലേ, അതിൽ ഏത് ടൈപ്പ് ഓഫ് ലെയറിങ് ആണ് പറയുന്നത്? സെർപ്പൻറ്റൈൻ ലെയറിങ്. ദെൻ ക്വസ്റ്റ്യൻ ബി, വൈൽ ലെയറിങ് ഇൻ ദിസ് വേ അറ്റ് വിച്ച് പൊസിഷൻ ഷുഡ് വി കട്ട് ദ പ്ലാന്റ്? എ, ബി ഓർ സി. ഈ തരത്തിൽ ലെയർ ചെയ്യുമ്പോൾ, സെർപ്പൻറ്റൈൻ ലെയർ നമ്മൾ പഠിച്ചല്ലോ അല്ലേ, പെപ്പറൊക്കെ നമ്മൾ ലെയർ ചെയ്യുന്നത്. അപ്പം ഈ ടൈപ്പിൽ നമ്മൾ ലെയർ ചെയ്യുമ്പം പ്ലാന്റിൻ്റെ ഏത് ഭാഗത്താണ് നമ്മൾ പൊസിഷനിലാണ് കട്ട് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആൻസർ ഈസ് ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4, ലുക്ക് അറ്റ് ദ പിക്ചർ. ഐഡൻറ്റിഫൈ സ്റ്റോക്ക് ആൻഡ് സയോൺ ഫ്രം എ ആൻഡ് ബി. അപ്പോൾ റൈറ്റിൽ 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, എ, ബി. അല്ല, ഏതാണ് സ്റ്റോക്ക്, ഏതാണ് റൂട്ട് സയോൺ, ഏതാണ് റൂട്ട് സ്റ്റോക്ക്, അതാണ് ചോദിക്കുന്നത്. അപ്പം ഓപ്ഷൻ എ ഈസ് സയോൺ ആൻഡ് ബി ഈസ് റൂട്ട് സ്റ്റോക്ക്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യൻ നമ്പർ ബി, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് അറ്റാച്ചിങ് ദ സ്റ്റെം ഓഫ് മൽഗോവ ടു ദ ലോക്കൽ വെറൈറ്റി ഓഫ് മാംഗോ ട്രീ? ലോക്കൽ വെറൈറ്റി മാംഗോ ട്രീയിൽ മൽഗോവയുടെ സ്റ്റെം അറ്റാച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് ഉത്തരം. ദ അഡ്വാൻറ്റേജ് ഓഫ് അറ്റാച്ചിങ് ദ സ്റ്റെം ഓഫ് മൽഗോവ ടു ദ ലോക്കൽ വെറൈറ്റി ഓഫ് മാംഗോ ട്രീ ഈസ് ടു കമ്പൈൻ ദ ഡിസൈറബിൾ ട്രേറ്റ്സ് ഓഫ് ബോത്ത് വെറൈറ്റീസ്. അതായത് നമ്മൾ മൽഗോവയും നമ്മുടെ ലോക്കൽ വെറൈറ്റിയും കൂടെ അറ്റാച്ച് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ നമുക്ക് രണ്ടിൻ്റെയും കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുന്നത്. സച്ച് ആസ് ദ ഫ്രൂട്ട് ക്വാളിറ്റി ഓഫ് മൽഗോവ ആൻഡ് ദ ഹാർഡ്നെസ് ഓഫ് ദ ലോക്കൽ വെറൈറ്റി. അപ്പം മൽഗോവയുടെ എന്താണ് ഫ്രൂട്ട് ക്വാളിറ്റിയും പിന്നെ ലോക്കൽ വെറൈറ്റി, അതായത് നാടൻ മാവ്, അതിൻ്റെ ഒരു ഹാർഡ്നെസ്, അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഉള്ള ഒരു പുതിയ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടാണ് രണ്ടിനെയും അറ്റാച്ച് ചെയ്യുന്നത്. ദിസ് പ്രോസസ് ക്യാൻ ലീഡ് ടു ഇംപ്രൂവ്ഡ് ഫ്രൂട്ട് പ്രൊഡക്ഷൻ ആൻഡ് ഡിസീസ് റെസിസ്റ്റൻസ്. അപ്പം ഇതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും? ഇംപ്രൂവ്ഡ് ഫ്രൂട്ട് പ്രൊഡക്ഷൻ, നല്ലതുപോലെ ഒരുപാട് കായ്ക്കും, നല്ല ഈൽഡ് കിട്ടും. പിന്നെ പ്രൊഡക്ഷൻ ആൻഡ് ഡിസീസ് റെസിസ്റ്റൻസ് അത് പെട്ടെന്ന് കേട് വരത്തില്ല മരത്തിന്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്പർ സി, is there any merit in attaching the stem of a local variety of mango tree to the same variety? അതായത് ലോക്കൽ വെറൈറ്റി ഒരു മാംഗോ ട്രീയും അതേ സെയിം ഗുണമുള്ള ഒരു മാംഗോ ട്രീയും തങ്ങളിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആൻസർ, there is generally no merits in attaching the stem of a local variety of mango tree to the same variety, as it would not introduce any new traits or improvements. ആൻസർ എന്ന് വെച്ചാൽ ലോക്കൽ വെറൈറ്റി, സെയിം വെറൈറ്റിയിലുള്ള 2 മാംഗോ ട്രീനെ തങ്ങളിൽ കമ്പൈൻ ചെയ്യുമ്പം പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല, പുതിയ ഒരു ഗുണങ്ങളൊന്നും അതിൽ വരുന്നില്ല. Grafting is typically done to combine different qualities
ഫ്രം ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. ഗ്രാഫ്റ്റിംഗ് എന്നുള്ള മെത്തേഡാണ് ഇതുപോലെ രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റ്സ്, ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് കീപ്പ് ചെയ്യുന്ന രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റ്സിനെ തങ്ങളിൽ കമ്പൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ 5th ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പെസ്റ്റ് കൺട്രോൾ, ഗിവ് എക്സാമ്പിൾസ് ഫോർ ഈച്ച് ടൈപ്പ്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പെസ്റ്റ് കൺട്രോൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിത്ത് എക്സാമ്പിൾ എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് കൺട്രോൾ, ബയോളജിക്കൽ കൺട്രോൾ. Pest which infects crops can be controlled by another friendly insects which is the best എന്നല്ല pest that grows in plants. Example, ladybug, trichogramma, frog, mabuya, callets, bugs, etc. അപ്പോൾ ബയോളജിക്കൽ കൺട്രോൾ എന്താണെന്ന് ടെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞു, ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ആ ചാനലൊന്ന് കണ്ടാൽ മതി. ദെൻ മെക്കാനിക്കൽ കൺട്രോൾ. The method of controlling pests by removing them manually or by using trap is called mechanical control. Example, basil leaf trap, pheromone trap, etc. ഇതും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. Pesticides. 2 types, organic and chemical. Organic pesticides is made of organic materials and are comparatively less harmful than chemical pesticides. Example, tobacco decoction, neem oil emulsion. Then chemical pesticides. Chemical pesticides are prepared by using chemical substances. Example, DDT, malathion, etc. അപ്പോൾ നമ്മൾ പെസ്റ്റ് കൺട്രോൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ബയോളജിക്കൽ കൺട്രോൾ ഉണ്ട്, മെക്കാനിക്കൽ കൺട്രോൾ ഉണ്ട്, ദെൻ പെസ്റ്റിസൈഡ്സ്. 2 types of pesticides, organic and chemical.